പുരാതന പുരാണങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പക്ഷിയാണ് ഫീനിക്സ്. നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന ഫീനിക്സ് പക്ഷി ജീവിതാവസാനം എത്തുമ്പോൾ ഔഷധ സസ്യങ്ങളും സുഗന്ധമുള്ള മരക്കൊമ്പുകളും തൂവലുകളുമൊക്കെ ചേർത്ത് ഒരു കൂട് നിർമ്മിക്കുകയും ആ കൂട്ടിൽ തന്നെ തീയിൽ വെന്തു മരിക്കുകയും ചെയ്യുമത്രേ. ശേഷം ആ ചാരത്തിൽ നിന്ന് ഒരു പുതിയ ഫീനിക്സ് പക്ഷി ജനിക്കുന്നു. പ്രതീക്ഷയുടെയും പുതുക്കത്തിന്റെയും പരിവർത്തനത്തിന്റെയും ഒക്കെ ശക്തമായ പ്രതീകമായി പല കഥകളിലും ഫീനിക്സ് പക്ഷിയെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ സ്വയം ശൂന്യമാക്കുന്നതിലൂടെ പുതുജീവനിലേക്ക് പ്രവേശിക്കാനാവുമെന്ന് യേശു കർത്താവും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വേദഭാഗത്തിലൂടെ. യേശുവിന്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് ശേഷം പെസഹ പെരുന്നാളിൽ സംബന്ധിപ്പാനെത്തിയ ചില യവനന്മാർ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു വരികയും ഫിലിപ്പോസും അന്ത്രയോസും ചേർന്ന് അവരെ യേശുവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതുവരെ കേട്ടറിഞ്ഞ സത്യത്തെ നേരിൽ കാണുവാനുള്ള ആഗ്രഹവുമായാണ് അവർ വന്നത്. യേശുവിന്റെ സന്ദേശങ്ങൾ അതിരുകൾക്കപ്പുറത്തേക്ക് ജാതികളിലേക്കും എത്തിയിരിക്കുന്നു. തന്റെ തേജസ്കരണത്തിനുള്ള നാഴിക വന്നിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട്. സകല ജാതികൾക്കുമുള്ള സന്തോഷമായി ജന്മമെടുത്തവൻ തന്റെ മഹത്വീകരണം ആസന്നമായെന്നറിയുന്നു. തന്റെ അത്ഭുത പ്രവൃത്തികളാലോ അടയാളങ്ങളാലോ ഒന്നുമല്ല, ക്രൂശുമരണത്തിലൂടെയാണ് മഹത്വീകരണമെന്ന് ദൈവപുത്രൻ അറിയാം. തുടർന്ന് കർത്താവ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു പ്രകൃതി സത്യമാണ് യേശു വെളിവാക്കുന്നത്. ഒരു വിത്ത് മുളച്ചു വരണമെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ, ചില അവസ്ഥാന്തരങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ, തകർക്കപ്പെടുന്നില്ലെങ്കിൽ പുതുതായി ഒന്നും ഉളവാകുന്നില്ല. പുതിയൊരു നാമ്പ് കിളിർക്കാനായി ആ വിത്ത് ഇല്ലാതെയാകണം. ജീർണതയിലൂടെ പുതിയ ഭാവം ധരിക്കുന്നത് പോലെ സ്വയം ശൂന്യമാക്കുന്നതിലൂടെ മാത്രമേ തേജസ്കരണം സാധ്യമാകൂവെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കി തരുന്നു കർത്താവ്. സ്വർഗോന്നതികളെ വെടിഞ്ഞ് ദാസരൂപമെടുത്ത് മനുഷ്യനായി അവതരിച്ച് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി താഴ്മയുടെ മാതൃകയായി ലോകപാപം ചുമലിലേറ്റി സ്വയം ക്രൂശിൽ തകർക്കപ്പെടുവാൻ ഒരുങ്ങുകയാണ് ദൈവപുത്രൻ. തന്റെ ശരീരത്തെ മണ്ണിൽ വീണ ഒരു വിത്ത് പോലെ അനേകർക്ക് ജീവനേകാൻ വേണ്ടി തകർത്ത് കളയുവാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. പിതാവാം ദൈവം പുത്രനെ യാഗമായി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചപ്പോൾ പുത്രൻ നമ്മെ പുതു സൃഷ്ടികളാക്കുവാൻ നമുക്ക് വേണ്ടി സ്വയം ശൂന്യമാക്കി നുറുക്കപ്പെടുവാൻ ഏൽപ്പിച്ചത് നമ്മോടുള്ള അളവില്ലാത്ത സ്നേഹമല്ലാതെ മറ്റെന്താണ്? ഇരുട്ടിലൂടെയും മരണത്തിന്റെ ആഴങ്ങളിലൂടെയും ഒരു വിത്ത് കടന്നു പോകുമ്പോഴും അവിടെ ജീവന്റെ വളർച്ച ആരംഭിക്കുന്നത് പോലെ മരണം ഒരവസാനമല്ല, നിത്യജീവനിലേക്കും മഹത്വത്തിലേക്കുമുള്ള കവാടമാണെന്ന് നാമും തിരിച്ചറിയണം. ചെറുതും നിസ്സാരവുമായ വിത്തിൽ ജീവന്റെ അംശം അടങ്ങിയിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരങ്ങൾ ദുർബലവും മർത്യവുമായിരുന്നാലും പുതുജീവന്റെ അനന്ത സാധ്യതകൾ അതിൽ നിറയുന്നു. സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനല്ല, ദൈവഹിതപ്രകാരം ജീവിതം നയിക്കുമ്പോഴാണ് നാം നിത്യജീവൻ അവകാശികളാകുന്നത് എന്നും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. തന്റെ പാതയിൽ പിൻഗമിക്കുന്നവനെ പിതാവും മാനിക്കുമെന്നും പറയുന്നു. ക്രൂശിന്റെ കഷ്ടത ഇല്ലാതെയാകണമെന്നല്ല, തന്റെ പ്രവൃത്തികളിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്നത്രേ യേശുവിന്റെ പ്രാർത്ഥന. പ്രിയപുത്രനെ ഉറപ്പിക്കുന്നതായിരുന്നു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ള സ്വർഗീയ വാണി. ഒരു വലിയ മാതൃകയാണ് കർത്താവ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. തന്റെ ശരീരമാകുന്ന വിത്ത് അഴിഞ്ഞില്ലാതാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കും ഇത് സാധ്യമാകണം. പുതിയ ജീവിതത്തിന്റെ ശക്തി അനുഭവിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ് എന്ന യൗവനക്കാരനെ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നു. ക്രിസ്തുവിന്റെ പാതയെ പിൻപറ്റിയവൻ, സ്വയം വെറുമയാക്കിയവൻ, കല്ലേറേൽക്കുമ്പോഴും സ്വർഗീയ ദർശനത്തിൽ സന്തോഷിച്ചവൻ. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്ന് സഭാപിതാവായിരുന്ന തെർത്തുല്യൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ ദേഹം ക്ഷയിക്കുമ്പോഴും ഇയ്യോബ് പ്രത്യാശയോടെ പറയുന്നു, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ എന്റെ സ്വന്തം കണ്ണാൽ കാണുമെന്ന്. ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത അനേകർ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ആഗ്നസ് എന്ന പെൺകുട്ടി പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ ആയി മാറിയതും കോട്ടയംകാരി മേഴ്സി മാത്യു ദയാഭായിയായി മാറിയതുമൊക്കെ സ്വയം ശൂന്യമാക്കിയതിനാലാണ്, നുറുക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തതിനാലാണ്. അപരന്റെ നന്മയ്ക്കായി കഷ്ടം സഹിക്കുന്നവർ, തനിക്കുള്ളതിനെ പങ്കുവെക്കുന്നവർ, മറ്റുള്ളവരുടെ ജീവിത ചുറ്റുപാടുകളെ ഉയർത്തുവാനും പലവിധമായ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാനും യത്നിക്കുന്നവർ, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ
ആരാലും അറിയപ്പെടാതെ പോകുന്ന നന്മ മരങ്ങൾ, ഇവരൊക്കെയും നിലത്ത് വീണ് ചാകുന്ന കോതമ്പ് മണിക്ക് സമമാണ്. പുതുനാമ്പുകൾ മുളയ്ക്കുവാൻ കാരണമാകുന്നവർ. നമ്മെയും കർത്താവ് വിളിക്കുന്നത് സ്വയം ശൂന്യമാക്കി ഏറെ ഫലം കായ്ക്കുവാനാണ്. പുതിയ ജീവിതത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ ഭൂമിയിൽ നട്ട ഒരു വിത്ത് പോലെ നാം നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയ വയലുകളിൽ വിതയ്ക്കപ്പെട്ടിട്ടും ഫലശൂന്യമായി തീരുന്നില്ലേ? നമ്മിൽ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ പലപ്പോഴും നഷ്ടമായി പോകുന്നില്ലേ? സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവരായി തീരുന്നുവോ നാമും? സ്വാർത്ഥതയും തന്നിഷ്ടങ്ങളും ദുർമോഹങ്ങളുമൊക്കെ വെടിഞ്ഞ് താഴ്മയും വിനയവുമുള്ളവരായി ക്രൂശിലൂടെയുള്ള മഹത്വീകരണം പ്രാപിപ്പാൻ നമുക്കും സാധ്യമാകണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് എന്ന് ഗലാത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് നുറുക്കപ്പെടുവാൻ, ഒന്ന് തകർക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ താണിരിക്കാം. ദൈവകൃപയുടെ പരിവർത്തന ശക്തിക്ക് നാം വിധേയപ്പെടുകയും അവന്റെ മഹത്വത്തിനായി നമ്മിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. ഡിട്രിച്ച് ബോൺഹോഫറിന്റെ വാക്കുകളെ ഒന്ന് കടമെടുക്കാം. നമ്മൾ യേശുവിന്റെ അനുയായികളാകാൻ മാത്രമല്ല, മരിക്കാനും പുനർജനിക്കാനും വിധിക്കപ്പെട്ട ഭൂമിയിൽ നടന്ന വിത്തുകളാകാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി നൽകിയ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ മാതൃക ഉൾക്കൊണ്ട് സ്വയം ശൂന്യവൽക്കരിപ്പാനും പുതു സൃഷ്ടികളാകുവാനും പുനരുത്ഥാനത്തിന്റെ സന്തോഷം അനുഭവിപ്പാനും ഞങ്ങളെയും ഒരുക്കണമേ. ആമേൻ.